എന്താ പറയുക പേര്? നമുക്കൊരു വെറൈറ്റി മെന്റലിസം ചെയ്യാം. ഇന്നുവരെ ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ. മനസ്സ് ശരീരം ഒന്ന് റിലാക്സ് ആകും, കുറച്ച് ഫ്രണ്ട്ലി വരാമോ, നമുക്ക് എന്റെ കയ്യിൽ ടച്ച് ചെയ്യാമോ, ഒന്ന് ശ്വാസം തരാം. ടെൻഷനായി പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിശ്വസിക്കുക, ഇതൊരു എന്റർടൈൻമെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ എന്ത് ഫുഡാ കഴിച്ചാ? ചോറ്. ചോറ് രാവിലെ ചോറ് കഴിച്ചു. രാവിലെ എന്ത് കഴിച്ചു? ഓ ആ കുഴപ്പമില്ല. ഇപ്പൊ വിശപ്പൊന്നുമില്ലല്ലോ? വിശപ്പൊന്നുമില്ല. ഓക്കെ, എന്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ഈ പേപ്പർ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഐ ക്യാനിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കുന്ന. മോനിപ്പോ ഈ പേപ്പർ ഒന്ന് കയ്യിലൊന്ന് പിടിക്കാമോ? കയ്യിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണേ. ഇങ്ങനെ ഫേസ് ചെയ്തിരുന്നു, ഇങ്ങനെ ഫേസ് ചെയ്തിരുന്നു. ഞാൻ പറയുന്ന സമയം വരെ പിടിച്ചോണ്ടിരിക്കണേ. ഞാനിപ്പോ മോൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേ. അതിന് ഐ ക്യാൻ എന്ന് പറയണേ. ക്യാൻ യു റൺ? ക്യാൻ യു ജംപ്? ക്യാൻ യു ടിയർ ദിസ് പേപ്പർ? ക്യാൻ യു ടിയർ ദിസ് പേപ്പർ എന്ന് വെച്ചാൽ ഈ പേപ്പർ എന്നെ കൊണ്ട് കീറാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഈ പേപ്പർ ഒന്ന് കീറാമോ? കീറി വന്നായിരുന്നു. എളുപ്പത്തിൽ കീറിയല്ലേ? വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയൊന്നുമില്ലല്ലോ. എന്റെ കയ്യിൽ ഈ പോയിന്റിലൂടെ എവിടെയെങ്കിലും നോക്കണം. മനസ്സും ശരീരം ഫുള്ള് റിലാക്സ് ആയിരിക്കണം. കണ്ണിന്റെ കൃഷ്ണമണി ആ ഒരു പോയിന്റിൽ തന്നെ ശ്രദ്ധിക്കണം. കണ്ണിന്റെ കൃഷ്ണമണി ആ പോയിന്റിൽ ശ്രദ്ധിക്കണേ. മോൻ നല്ലൊരു ഉറക്കത്തിലോട്ട് കടക്കാൻ പോകണം. നല്ലൊരു ഉറക്കത്തിലോട്ട് കടക്കാൻ പോകുന്നത് മനസ്സും ശരീരവും ഫുൾ റിലാക്സ് ആയിക്കോണം. ഒന്ന് കണ്ണടച്ചിരിക്കാമോ? പറയുന്ന സമയം വരെ ഒന്ന് കണ്ണടച്ചിരിക്കണം. പറയുന്ന സമയം വരെ കണ്ണടച്ചിരിക്കണം. മനസ്സും ശരീരവും ഫുൾ ഒന്ന് റിലാക്സ് ആയിക്കോണം. മനസ്സും ശരീരവും ഫുൾ റിലാക്സ് ആയിക്കോണം. മോനിപ്പോ ഒറ്റയ്ക്ക് ഒരു പ്രപഞ്ചത്തിലെ ഒരു ലോകത്ത് നിൽക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കണേ. ഒരു ലോകത്ത് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കണം. മോന്റെ കൂടെ വേറെ ആരുമില്ല. മോനും ഞാനും മാത്രമേ ഉള്ളൂ. എന്റെ സൗണ്ടിൽ തന്നെ മോൻ ശ്രദ്ധിച്ചോണേ. ഓക്കെ, മനസ്സും ശരീരം ഫുൾ ഒന്ന് റിലാക്സ് ആയിക്കോണേ. മനസ്സും ശരീരം ഫുൾ ഒന്ന് റിലാക്സ് ആയിക്കോണേ. മോൻ ഇനി കണ്ണും തുറക്കാമോ? ഓക്കെ, ഞാൻ ഒരു പേപ്പറിൽ ഐ കാണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഐ കാണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാണ്. ഓക്കെ, ഈ പേപ്പർ ഒന്ന് കൈകൊണ്ട് പിടിക്കാമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഐ കാണ്ട് എന്ന് പറയണേ. മോന് സൈക്കിൾ ഓട്ടാൻ പറ്റുമോ? മോന് ഓടാൻ പറ്റുമോ? മോന് ചാടാൻ പറ്റുമോ? ഐ കാണ്ട്. ഇത് മനസ്സുകൊണ്ട്, പൂർണ്ണ മനസ്സുകൊണ്ടാണ് മോൻ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ മനസ്സുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യം, ക്യാൻ യു ടിയർ ദിസ് പേപ്പർ? മോൻ ഈ പേപ്പർ കീറാൻ പറ്റുമോ? പറ്റില്ല. ഐ കാണ്ട്. ഓക്കെ, ഇനി പേപ്പർ കീറാൻ പറ്റും. നോക്ക്, തിരിച്ചു വെച്ച് നോക്ക്. മറച്ചു വെച്ച് കീറ്. പറ്റുന്നില്ല. നേരത്തെ കീറിയതാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഓക്കെ, ടെൻഷൻ ആവണ്ട. എന്റെ കൈ ടച്ച് ചെയ്യാം. ഒന്ന് ശ്വാസം എടുക്കുക. മനസ്സും ശരീരം ഉള്ളൊന്ന് റിലാക്സ്. ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ ആ പോയ ശക്തി മോനെ തിരിച്ചു തരാമോ? ഒന്ന് കണ്ണടച്ചിരിക്കാമോ? ഓക്കെ, ബോഡി ഫുൾ റിലാക്സ് ആയിക്കോണേ. ഒരു വട്ടം ഒന്ന് ശ്വാസം എടുക്കാമോ? ഒരു വട്ടം ശ്വാസം എടുക്കാമോ? ശ്വാസം എടുത്തോ. മനസ്സും ശരീരം ഫുൾ ഒന്ന് റിലാക്സ് ചെയ്തോ. മനസ്സും ശരീരം ഫുൾ ഒന്ന് റിലാക്സ് ചെയ്തോ. മോൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ലോകത്തിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്ക്. ആ ലോകത്തിൽ നിന്നും മോൻ ഇറങ്ങി നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നതായിട്ടൊന്ന് സങ്കല്പിക്ക്. ഓക്കെ, മനസ്സും ശരീരം ഫുൾ റിലാക്സ് ആയിക്കോണേ. ഇനി ഒന്ന് കണ്ണും തുറക്കാമോ? ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഒരു പേടിയാണ്. ഇപ്പൊ ഇവന് പേപ്പർ കീറാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. എന്ന് സൈക്കിൾ ഓട്ടാൻ പറ്റുമെന്ന് പറ്റില്ല, അങ്ങനെ ഓടാൻ പറ്റുമെന്ന് പറ്റില്ല. നമുക്ക് അത് ആ ശക്തിയെല്ലാം തിരിച്ച് വന്നു എന്ന് ഇവരെ കാണിക്കണം. ഓക്കെ, ഞാൻ പേപ്പറിൽ ഐക്യാൻ എന്ന് പറഞ്ഞിരിക്കും. ഒന്ന് ടച്ച് ചെയ്യാമോ? ഓക്കെ, ഒന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉത്തരം ഞാൻ പറയാം. ക്യാൻ യു റൺ? ക്യാൻ യു ജംപ്? ക്യാൻ യു ടിയർ ദിസ് പേപ്പർ? ഐക്യാൻ. മോന്റെ ശക്തി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മോൻ പേപ്പർ കീറാൻ പറ്റും. ഓക്കെ, കീറി. താങ്ക് യു.